പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട്. ജയവും പരാജയവും തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികം. പാലക്കാട് നല്ല മത്സരം കാഴ്ചവെച്ചുവെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. വിവരങ്ങളുമായി We are winning next time. We have fought very good. People have given good response. Elections, losing and winning always happens. Okay, is there any problem of winnability of candidates? No problem. Elections, somebody has to win and somebody has to lose. We have given very good fight and people have given very good response. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത് അപ്പോൾ പറഞ്ഞു കേൾക്കുന്നതല്ല, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രഭാരിക്കടക്കം വ്യത്യസ്ത അഭിപ്രായമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കൊച്ചിയിൽ നേതൃയോഗമുണ്ട്. ചില സോഴ്സുകളിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തകളൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. VS രഞ്ജിത്ത്, എന്തായാലും പ്രഭാരി ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകളില്ല എന്ന നിലപാട് ഉറപ്പിക്കുന്നതോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ VS? ഡോക്ടർ അരുൺ, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ദേശീയ നേതൃത്വത്തിനോ കേരള പ്രഭാരിക്കോ സംസ്ഥാന അധ്യക്ഷനെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ രീതി എന്ന് പറയുന്നത് BJP കീഴ്ഘടകങ്ങളിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് സംസ്ഥാന കോർ കമ്മിറ്റി പരിശോധിച്ച് ആ ലിസ്റ്റിൽ 3 പേരുടെ പേര് കേന്ദ്ര നേതൃത്വത്തിന് അയച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പേരുകൾ തിരഞ്ഞെടുക്കുന്നത്, ഉറപ്പിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് മാത്രമല്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ അത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയേൽപ്പിച്ചു എന്ന പേരിലുള്ള ആരോപണങ്ങളെ തുടർന്നാണ്. ഇപ്പോൾ ആ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതാണ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ മറുപടി എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്. നല്ല മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാട്ടെ പ്രചാരണ പ്രവർത്തനങ്ങളിലോ പാലക്കാട്ടെ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലെ വീഴ്ചയെക്കുറിച്ചോ ദേശീയ നേതൃത്വത്തിന് നിലവിൽ പരാതികളില്ല എന്ന് തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ മറുപടിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പരസ്യ പ്രതികരണം നടത്തുമ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനുള്ള സാധ്യതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും BJPയുടെ കീഴ്ഘടകങ്ങളിൽ ഇപ്പോൾ N ശിവരാജനെ പോലെയുള്ള പാലക്കാട്ടെ നേതാക്കന്മാർ, പാലക്കാട്ടെ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം, അതുപോലെ സംസ്ഥാനത്ത് തന്നെ സുരേന്ദ്ര വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ V മുരളീധര പക്ഷത്തിനെതിരായിട്ടുള്ള PK കൃഷ്ണദാസ് പക്ഷത്തു നിന്നുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ സുരേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ട് നേതൃമാറ്റം ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നു. ഈ ഘട്ടത്തിലാണ് പല കോണുകളിൽ നിന്നൊക്കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഏതായാലും ഇന്ന് 12 മണിക്ക് K സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി അദ്ദേഹം പറയുമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ V മുരളീധരനോട് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത മട്ടിൽ എല്ലാം ഒഴിഞ്ഞു മാറി എല്ലാം സംസ്ഥാന അധ്യക്ഷൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലൊരു മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നത്. ഏതായാലും ദേശീയ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കേരള പ്രഭാരി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അപാകതയുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് സുരേന്ദ്രനുള്ള പിന്തുണ കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രഭാരിയുടെ പ്രതികരണമാണ് റിപ്പോർട്ടർ TV യിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. VS രഞ്ജിത്താണ് റിപ്പോർട്ട് നൽകിയത്.